പിശാച് തടസ്സങ്ങൾ കൊണ്ടുവരുന്നൊരു മേഖലയാണ് നമ്മുടെ കുടുംബത്തിലെ വിവാഹത്തിൻ്റെ മേഖലകളിൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ശരിയാ അച്ഛാ, 5-6 വർഷമായി കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. കാശില്ലേ? കാശൊക്കെ ഉണ്ട് അച്ഛാ, 2 കല്യാണം കഴിക്കാനുള്ള കാശുണ്ട്. പിന്നെന്താ? കാശുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം എൻ്റെ അത്രയും സൗന്ദര്യമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പം ഇതെല്ലാം ഉണ്ടായിട്ടും കല്യാണം നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ പറയുന്ന പല കാരണങ്ങളാണിത്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ചില കുടുംബങ്ങളിൽ കല്യാണം നടക്കുന്നില്ല. അച്ഛാ, മാട്രിമണിയിൽ ഇട്ടു, 1 വർഷം കഴിഞ്ഞ് വീണ്ടും പുതുക്കി, വീണ്ടും വിട്ട്, വീണ്ടും പുതുക്കി, വീണ്ടും വിട്ട്, വീണ്ടും പുതുക്കി. 5 വർഷമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക, ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ആരൊക്കെയോ വരുമായിരുന്നു, ഇപ്പൊ ആരും വരുന്ന പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വിവാഹത്തിന്റെ മേൽ, ദാമ്പത്യത്തിന്റെ മേൽ ഒക്കെ പിശാചിന് കൃത്യമായ ആലോചനയുടെ കാരണം വിവാഹം, കുടുംബം ദൈവത്തിന്റെ പദ്ധതിയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബം ദൈവത്തിന്റെ പദ്ധതിയായത് കൊണ്ട് തന്നെ പിശാചിന് ആ മേഖലയിൽ കൃത്യമായ ആലോചനയുണ്ട്, തീരുമാനമുണ്ട്. നമുക്കിതൊരു യാദൃശികമായിട്ട് കാണാൻ പറ്റില്ല. അത് വെച്ചാൽ അത് എന്നാ ചെയ്യാനാ, കല്യാണം നടക്കുന്നില്ല എന്നോ അങ്ങനെ ചുമ്മാ തള്ളി പറഞ്ഞ് പോകാൻ പറ്റില്ല, നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ തിന്മയുടെ ആലോചന ഉണ്ടെങ്കിൽ ആ മേഖല നമുക്കൊരു വിടുതൽ കിട്ടേണ്ടതാണ്. ഒരു ഡെലിവറൻസ് കിട്ടിയാൽ ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുണ്ട്. കാരണം വിവാഹം വചനത്തിൽ നാം കാണുന്നത് പോലെ ദൈവസ്നേഹം റിഫ്ലക്റ്റ് ചെയ്യുന്ന, വെളിപ്പെടുത്തുന്ന, ദൈവം സംവിധാനം ചെയ്ത ദൈവത്തിന്റെ തീരുമാനമാണ് ദാമ്പത്യം, കുടുംബം, വിവാഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കല്യാണം നടക്കാത്തിടത്തോളം, വിവാഹം നടക്കാത്തിടത്തോളം കാലം സംഭവിക്കുന്ന ഒരു തലമുറ പോലുമില്ല. അപ്പോ വിവാഹ തടസ്സം നേരിടുമ്പോ അത് ആ വിവാഹ തടസ്സം നേരിടുന്നവർ മാത്രമല്ല, അതിലൂടെ ജനിക്കേണ്ട തലമുറകളെ പോലും ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ജനറേഷനെ പോലും ഈ വിവാഹ തടസ്സത്തിൽ ബ്ലോക്ക്ഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള, അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചവര് ആ ദാമ്പത്യത്തിൽ തുടരാൻ. ഇന്ന് നമുക്കറിയാം അല്ലേ, വിവാഹത്തിന്റെ മേഖലയിൽ ഏതെല്ലാം മേഖലകൾ പ്രവർത്തിക്കും. ഒന്ന്, ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് പലർക്കും കല്യാണം കഴിക്കണ്ട. കണ്ടോ? എനിക്ക് കല്യാണം കഴിക്കണ്ട, എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കണ്ട. കാരണം എന്താണെന്നറിയാവോ? ഒരു നിലനിൽക്കുന്ന സമർപ്പണം, കമ്മിറ്റ്മെന്റ്, നിലനിൽക്കുന്ന സ്നേഹത്തിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ ഈ കാലഘട്ടത്തിലെ തലമുറകൾ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിക്കാതെ വേറെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ലല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലേ മരണം വരെയുള്ള കമ്മിറ്റ്മെന്റ് ആണ്. 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കല്ല, മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അയ്യോ, അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാലോ, വേദന ഉണ്ടായാൽ എന്നാ ചെയ്യും? അതുകൊണ്ട് കല്യാണം കഴിക്കാതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എപ്പോ വേണേലും എപ്പോ വേണേലും പോവാലോ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം വേണ്ടെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. കർത്താവ് വചനത്തിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വിവാഹത്തിൽ നിങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ദൈവ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിലേക്ക് നിങ്ങൾ ദാമ്പത്യത്തിലൂടെ നയിക്കപ്പെടാനും അതോടൊപ്പം തന്നെ തലമുറകളെ, വിശുദ്ധിയുള്ള തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ. ഈ ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. ഈ ലക്ഷ്യത്തെയൊക്കെ പിശാച് ബ്ലോക്ക് ചെയ്യുക വിവാഹം നടക്കാതിരിക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ
സമൂഹവും സമുദായത്തിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ പിള്ളേരൊക്കെ മൂത്ത് നരച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വേണം പറയാനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ 16-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് 29, എത്ര വയസ്സായിട്ട് 29 കല്യാണം. ആലോചിക്കണം, നോക്കണം. ഇച്ചിരി കൂടി ഈ കടം തീർക്കാനുണ്ട്, വീട് പണി തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനത്തിനെ കട്ടിലേക്കേറ്റ് കിടത്താനേ കൊള്ളുള്ളൂ. പിന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. പിള്ളേർ പറയുന്ന കാര്യം 10-30 വയസ്സ് കഴിഞ്ഞ് കല്യാണക്കാർ ചോദിക്കുമ്പോഴേ അത് ആലോചിക്കുന്നുണ്ട് അച്ഛാ. എപ്പോഴാ അത്? ഇനി ഇച്ചിരി കൂടിയൊക്കെ ബാധ്യതയൊക്കെ തീരാനുണ്ട്, വീട് പണിയാനുണ്ട്, താഴെ വേറെ 2 എണ്ണം ഉണ്ട്. ഇതൊക്കെയാ പറയുന്നത്. അതൊരു കാരണം. പിന്നെ പറയുന്നത് എന്നാന്നറിയുന്നത്, ഞങ്ങളൊന്ന് സെറ്റിലാകട്ടെ, സെറ്റിലായിട്ട് കെട്ടാന്നാ പറയുന്നത് അല്ലേ? ചില പിള്ളേർ ഞങ്ങൾ സെറ്റിലായിട്ടില്ല, സെറ്റിലായിട്ട് കല്യാണം കഴിക്കാം. ഇനി സെറ്റിലായില്ലെങ്കിലോ അവൻ്റെ കാര്യം തീരുമാനമായി. ചില പിള്ളേർക്ക് അല്ലേ ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു ഫ്രീഡം ഉണ്ട്. കല്യാണം കഴിച്ച എൻ്റെ ഫ്രീഡം ഒക്കെ. ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു പെങ്കൊച്ചിനെ അമ്മ കൊണ്ടുവന്ന അച്ഛൻ ഞാൻ പറഞ്ഞ അവളെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. 27 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഫ്രീഡം ഉണ്ട് അച്ഛാ, എന്തെങ്കിലും ചെയ്യാനും പോകാനും, രാത്രി പോണോ, പബ്ബിൽ പോണോ, ക്ലബിൽ പോണോ, കറങ്ങാൻ പോണോ, കൂട്ടുകാരോട് സിനിമയ്ക്ക് പോണോ, ഐ ഹാവ് ഫ്രീഡം. കല്യാണം കഴിച്ചു കഴിഞ്ഞാ വല്ലതും നടക്കോ? എല്ലാത്തിനും പുള്ളിയോട് ചോദിക്കണം, ചേട്ടാ ഞാൻ പൊക്കോട്ടെ, രാത്രി പൊക്കോട്ടെ. അപ്പൊ ചേട്ടൻ ചോദിക്കും എന്തിനാ ഇപ്പൊ പോകുന്നേ? ആരുടെ കൂടെയാ പോകുന്നേ? എപ്പോഴാ വരുന്നേ? എങ്ങനെയാ പോകുന്നേ? ഇതിനെല്ലാം ഞാൻ ഉത്തരം കൊടുത്തു. അവസാനം എനിക്ക് പോകാൻ തോന്നുകയല്ലെന്ന്. ഞാൻ നല്ല കാര്യം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്റെ ഫ്രീഡം, ഇപ്പൊ എന്റെ ഫ്രീഡം പോകുന്ന പറയുന്നത്. വേറെ ഒരു കൊച്ചു കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പൊ അവളുടെ അമ്മയ്ക്ക് അവളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഒന്ന് പറയാവോ? എന്നതാ പറയണ്ടേ? 7 വർഷമായില്ലേ? പോരട്ടെ. എന്തോ പിള്ളേരൊക്കെ വേണ്ടേ? അതിപ്പോ ആര് പറയണം? അച്ഛന്മാരുടെ ഉത്തരവാദിത്തം. ഇപ്പൊ നാട്ടിലിറങ്ങിയിട്ട് പിള്ളേരുണ്ടാക്കുമെന്ന് പറയല്. ഇപ്പൊ ഏതാണ് അച്ഛന്മാരുടെയും ഭർത്താമാരുടെയും ഉത്തരവാദിത്തം പോലെ. അച്ഛൻ ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ പറയാം. മാളത്തിൽ പോയിട്ട് പാമ്പിനെ പിടിക്കുന്നത് നല്ല പുറത്തിറക്കും അടിക്കുന്നതാണ് അല്ലേ? ഞാൻ പറഞ്ഞ കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടു. ചുമ്മാ ക്യാഷ്വലായിട്ട് അതൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ എടി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നതിന് ശേഷമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷമായി. പിള്ളേരുടെ കാര്യമൊക്കെ എന്തായി? അപ്പോൾ അവള് ചോദിച്ചു ആരുടെ പിള്ളേരുടെ കാര്യം? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുന്ന കാര്യം എന്തായിന്നാ മലയാളത്തിൽ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ഞങ്ങള് വേൾഡ് ടൂറിലാണ്. എന്തോ? അതായത് ഞങ്ങൾ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്, കണ്ടു തീർക്കാനുണ്ട്. വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ ചാർട്ട് ചെയ്ത കുറേ സ്ഥലങ്ങൾ കൂടി ഇനി ഈ കറക്കം മുഴുവൻ കഴിഞ്ഞിട്ട് വേണം പിള്ളേരുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ. ഞാൻ പറഞ്ഞു ഉലകം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരെ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, സൂപ്പർ മാർക്കറ്റിൽ വെച്ചേക്കുമല്ലേ തരാനായിട്ട്. ചിലരുടെ ചിന്ത അങ്ങനെ, ഒരു കറക്കം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പോലെ. ദൈവം തരുന്ന സമയത്ത് തലമുറകളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു തലമുറയെ കിട്ടിയില്ലെന്ന് വരും. ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ വിഷയത്തിൽ പറയാനാണെങ്കിൽ. അപ്പോൾ പിശാചിന്റെ ഒരു കെണി, നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഓക്കെയാണെന്ന്, ഇതൊന്നും ഓക്കെ അല്ല. വിവാഹത്തിന്റെ മേലെ, കുടുംബത്തിന്റെ മേലൊക്കെ പിശാചിന് ഒരു ലക്ഷ്യമുണ്ട്. അത് പല രീതിയിലാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്.
ചിലപ്പോൾ ഈ അവരെ വൈകാരികമായ ചില വിഷമങ്ങളും വേദനകളൊക്കെ സ്വാധീനിക്കാനുള്ള കാരണമുണ്ട്. ചിലപ്പോൾ അവരുടെ കൂട്ടുകാർ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഡൈവോഴ്സായി. ഈ പെങ്കൊച്ച് ഇപ്പോൾ വീട്ടിൽ കല്യാണാലോചന പറയുന്ന ദാണ്ടേ കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിയേ, കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിയേ, കണ്ടില്ലേ, ഞാൻ സമാധാനത്തെ ജീവിക്കുന്നത് നിങ്ങൾക്ക്, ഞാൻ സമാധാനത്തെ ജീവിക്കുന്നത് നിങ്ങൾക്ക് സൂഹിക്കുന്നില്ലല്ലേ എന്നൊക്കെ ഇപ്പൊ മാതാപിതാക്കളോട് പിള്ളേർ ചോദിക്കുന്നത്. അപ്പൊ ഏതാനും പേരുടെ ജീവിതം, പ്രത്യേകിച്ച് ഇവരുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏതാനും പേരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദാമ്പത്യ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഇവരെ വൈകാരികമായി അതിലേക്കുള്ള ഒരു താല്പര്യത്തെ പിശാച് തകർത്ത് കളയും. എന്നിട്ടൊരു തെറ്റായ ബോധ്യം മനസ്സിലേക്ക് കടത്തിവിടും. ഒരുപക്ഷെ നീയും കല്യാണം കഴിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ ആയാലോ. കണ്ടോ, തമ്പുരാൻ പറഞ്ഞിട്ട് പോലുമില്ല, ദൈവത്തിന്റെ അങ്ങനെ ഒരു ആലോചന പോലും അവളുടെ ജീവിതത്തെ കുറിച്ചില്ല. പക്ഷെ പിശാച് പലരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ മനസ്സിലേക്ക് തന്നിട്ട് ഇങ്ങനെ ചിന്ത മനസ്സിലേക്ക് ഇടും. പറയും പോകുന്നിടത്തോളം വരെ പോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ പിള്ളേര് വേണ്ട, കല്യാണം കഴിക്കണ്ട. ഒരു പെങ്കൊച്ച് പറഞ്ഞു, അച്ഛാ അയ്യോ പിള്ളേരുണ്ടാകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. ഇഞ്ചക്ഷൻ പേടിയാ. അപ്പൊ എങ്ങാനിത് സിസേറിയൻ ആണെങ്കിലോ? അയ്യോ. പിന്നെ അവള് പറഞ്ഞു, നോർമൽ ആണെങ്കിൽ അത്രയും പോലും പറ്റില്ല, ഭയങ്കര വേദനയല്ലേ. എനിക്ക് അത്രയും വേദന ഒന്നും സഹിക്കാൻ പറ്റൂല. വേദന ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേദന സഹിക്കാൻ പറ്റിയാലെന്നാ പറയുന്നത്. പിന്നെ എന്നാ ചെയ്യും? എന്തെല്ലാം കാരണങ്ങളാണെന്നറിയാം ഓരോരുത്തർ പറയുന്നേ. ചില സമയം നമുക്ക് തന്നെ ചിരി വരും. എനിക്ക് വേദന സഹിക്കാൻ പറ്റിയല്ല അച്ഛാ, അതുകൊണ്ടാ അച്ഛാ. ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ വേണ്ട, എനിക്ക് വേദന സഹിക്കാൻ പറ്റിയാലെന്ന്. പിശാച് അപ്പോൾ ഒരു വിവാഹത്തെ ബ്ലോക്ക് ചെയ്യുമ്പോൾ തലമുറയെ ബ്ലോക്ക് ചെയ്യുന്നു. തലമുറകൾ വേണ്ട എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു ജനറേഷന്റെ മേലുള്ള ശത്രുവിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ഇനി ഈ ദാമ്പത്യത്തിലാണെങ്കിൽ പോലും ഇവരുടെ സ്നേഹത്തിൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ. ആ ഇന്റിമസി, ആ സ്നേഹം, ശാരീരികവും വൈകാരികവും ആത്മീയമായ ബന്ധം, ആ ബന്ധത്തിൽ പോലും അസ്വസ്ഥതകൾ ഉണ്ടാക്കി വിവാഹത്തിന്റെ പവിത്രതയെ, പരിശുദ്ധിയെ ശത്രു തകർക്കുന്നുണ്ട്. ഒത്തിരി കുടുംബങ്ങളിൽ ഈ വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും അതങ്ങനെ നമ്മുടെ ഒരു ബലഹീനത കൊണ്ട്, നമ്മുടെ ബലഹീനത കൊണ്ട് മാത്രമല്ല, ആ ബലഹീനതകളെ ശത്രു മുതലെടുക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ വിവാഹത്തിന്റെ മേൽ അവന് തീരുമാനമുള്ളത് കൊണ്ട് ശത്രു മുതലെടുക്കുന്നുണ്ട്. അപ്പൊ സ്നേഹത്തെക്കാളും ഉപരിയായി മറ്റു പലതിലേക്കും ഒരു ദാമ്പത്യത്തിൽ ഡീവിയേറ്റ് ചെയ്യും. എന്തിനാണെന്നറിയാവോ? അപ്പൊ ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മിസ്ഡ് ഔട്ട് ആവും, ശ്രദ്ധിക്കപ്പെടാതെ. അത് സ്നേഹമാണ്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സമ്പത്തിന്റെ വിഷയമായിരിക്കും ചിലപ്പോൾ, വർക്ക്, കാശ്, പ്രസ്റ്റീജ്, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഈ സ്നേഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തിനല്ലാതെ, അതുകൊണ്ടാണ് പൗലോസിന്റെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോ ഒരു ദാമ്പത്യത്തിൽ സ്നേഹത്തിൽ ഉപരി നിൽക്കുന്ന സകല ലക്ഷ്യങ്ങളും നമ്മുടെ മനസ്സിലോ ജീവിതത്തിലോ കുടുംബത്തിലോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് തന്നത് ശത്രുവാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ പരിശുദ്ധിയെ, പവിത്രതയെ, അതിന്റെ ഇന്റിമസിയെ, സ്നേഹത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു അവിശ്വസ്തതയിലേക്ക് പോലും, ദാമ്പത്യേതര ബന്ധങ്ങളിലേക്ക് പോലും ഒക്കെ തള്ളിവിടുന്നതിന്റെ പിന്നിൽ ശത്രുവിന്റെ പ്രേരണയുണ്ട്, തീരുമാനമുണ്ട്. ഹല്ലേലൂയ. അത് യാദൃശ്ചികമായിട്ട് നമുക്ക് ബലഹീനത ഉണ്ടാകാം, ശരിയാണ്.
നമുക്ക് ബലഹീനതകൾ ഉണ്ടാകാം ചില വിഷയങ്ങളിൽ. എന്നിരുന്നാലും ശത്രു കൃത്യമായിട്ട് നമ്മുടെ ബലഹീനതകളെ മുതലെടുത്ത് നമ്മളെ ആ മേഖലകളിൽ തന്നെ അവൻ അടിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇപ്പൊ മാനുഷികമായ ചില തീരുമാനങ്ങള് ദൈവിക തീരുമാനമായ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് തന്നിട്ട് ആ ബന്ധത്തെ ശത്രു വളരെ കൃത്യമായിട്ട് വേർപെടുത്തി നശിപ്പിച്ചു കളയും. ഒത്തിരി കുടുംബങ്ങൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായിട്ട് വിവാഹം നടക്കുന്നില്ല, ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ല, കുറച്ച് നാൾ നോക്കി കിട്ടിയില്ല, ഇനിയിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നാ മതി. അതല്ല ദൈവഹിതം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ആ നമ്മൾ പറയില്ലേ, എല്ലാറ്റിനും ഒരു സഭാപ്രസംഗം 3:1, എല്ലാറ്റിനും സമയമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞ് നിർബന്ധിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ വയലെ വെള്ളം പറ്റും ചിലരോടൊക്കെ. നമ്മൾ പറഞ്ഞ് നിർബന്ധിക്കണം. ഒരു 20, 23, 24 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ വിവാഹാലോചനകൾ ആരംഭിക്കുക. നമ്മൾ വിചാരിക്കും ഇപ്പം ആരംഭിച്ച് ഇപ്പം തന്നെ കിട്ടുമെന്ന്. ഒന്നുമില്ല. അതൊക്കെ ആലോചിച്ച് മടുത്ത്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ എല്ലാ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടല്ല മാതാപിതാക്കൾ മക്കളെ കെട്ടിച്ചു വിടണ്ടേ. നിങ്ങൾ മെഡിക്കൽ സയൻസിൽ പോലും അല്ലെങ്കിൽ മെഡിക്കലി പോലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞുണ്ടാകുന്ന പിള്ളേർക്ക് അത്ര ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണെന്നാ സങ്കീർത്തകൻ പറയുന്നത്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റുമോ? മക്കളുടെ അടുത്തെങ്കിലും നിങ്ങൾ പറ. എന്നിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മക്കളുണ്ടാകാനായിട്ട്. 1-2 ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് പെറുപെറുക്കരുത്. 2 ആയി, എന്നിട്ട് നിർത്താറായില്ലേ, ഇതിനെല്ലാം ഞാൻ തന്നെ നോക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. പറയാം, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലെന്ന് പറയാം. അപ്പൊ അവര് വേറെ വഴി. അല്ലാതെ ഇങ്ങനെ ഒരു പെങ്കൊച്ച് ജീസസ് ചെയ്തുകൊണ്ടായിരുന്ന ഒരു പെങ്കൊച്ച് ഭയങ്കര വിഷമിച്ച് തന്നെ വന്ന് കണ്ടത് ഭർത്താവുമായിട്ട്. അവർക്ക് 2 പേർക്കും ദൈവം തരുന്ന മക്കളെല്ലാം സ്വീകരിക്കാൻ തീരുമാനമെടുത്ത് അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചത്. ഇപ്പം 3 വർഷം കൊണ്ട് തന്നെ അവർക്ക് 2 പിള്ളേരായി. 3ാമത്തെ ക്യാരിങ് ആയി. 3ാമത്തെ വർഷം 4ാമത്തെ വർഷത്തിലേക്ക് ആയപ്പോൾ ഈ തള്ള ഈ പെങ്കൊച്ചിനടുത്ത് ചോദിച്ചു, പന്നി പെറുന്ന പോലെ കിടന്ന് പെറുവാണോ ഓടി? ചോദിച്ച വാക്ക. ഇതിനെല്ലാത്തിനും നോക്കാം, ഞങ്ങൾക്ക് പറ്റുമൊന്നുമില്ല കേട്ടോ, ഞങ്ങളുടെ ആരോഗ്യമൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയാണോ ഒരു അമ്മ പറയണ്ടേ? ആണോ? പറയാം, നമുക്ക് എടി ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്, എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് നോക്കാൻ പറ്റില്ല, ആരെങ്കിലും സഹായത്തിന് ഒരാളെങ്കിലും വെക്കണം. സ്വാഭാവികം. അതവർ പ്ലാൻ ചെയ്തിട്ടല്ലേ അവർ ചെയ്യുന്നത്. അല്ലാതെ ഈ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നത്? അല്ല. ചില മാതാപിതാക്കള് ഇത് 1-2 ആയി കഴിയുമ്പോഴേ പിന്നെ പറയുന്ന വാക്കുകളൊക്കെ വല്ലാത്ത മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പെങ്കൊച്ചിന് ഭയങ്കര വിഷമായി. പെങ്കൊച്ച് ഭർത്താവിനും കൂട്ടി കൊടുക്കുന്നു, അച്ഛാ എന്നാ ചെയ്യേണ്ട അച്ഛാ, ഞങ്ങളുടെ വലിയ സ്വപ്നമാണ്, ഞങ്ങൾ തമ്പുരാനോട് വാഗ്ദാനം കൊടുത്തതാണ്, വിവാഹത്തില് ദൈവം ഞങ്ങൾക്ക് ദാനമായി തരുന്ന, ദൈവം സമ്മാനമായി തരുന്നതിനെല്ലാം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാണ്. ഞങ്ങൾ ജീസസ് യൂത്താണ്, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു. പപ്പ അമ്മ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഭയങ്കര വിഷമം. ഇനിയിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അല്പകാലത്തേക്ക് മാറി താമസിക്കും. കുഞ്ഞുങ്ങളെപ്പം വളരുന്നവരെ അമ്മയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു കുടുംബമായാലും നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന് തീരുമാനിക്കും നിങ്ങളാണ്, നിങ്ങളുടെ അമ്മയല്ല. അപ്പനല്ല, അമ്മയല്ല, ഡോക്ടറല്ല. ചിലവരുടെയൊക്കെ മക്കളുടെ എണ്ണം തീരുമാനിക്കുന്ന ഡോക്ടേഴ്സ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇത് എത്രാമത്തെ? 2. ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ അങ്ങോട്ട്
പൂട്ടുവാണെങ്കിലുണ്ടല്ലോ എല്ലാം കൂടി ഒറ്റ അടിക്കാൻ അങ്ങോട്ട് കഴിയും. ഓ ആയിക്കോട്ടെ, പരിപാടി എളുപ്പമായല്ലോ. മൂന്നാമതൊരു കുഞ്ഞിനെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? 4 മക്കൾക്ക് തലമുറകൾക്ക് ജന്മം കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിലോ? 2 കഴിഞ്ഞപ്പോഴേ ആ അനുഗ്രഹത്തിന്റെ വഴികളെല്ലാം അടച്ചു. എന്നിട്ട് മുട്ടുകുത്തി ബാക്കിയുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അതാണ് ദൈവം തന്നതിനെ സ്വീകരിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും പ്രാർത്ഥിക്കുന്ന മുഴുവൻ നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ലോജിക്ക് വേണ്ട ഇതിനൊക്കെ. അതായത് നമ്മുടെ ഇഷ്ടം ദൈവം നടത്തി തരണം, ദൈവേഷ്ടം നമ്മളിൽ നടക്കാനും പാടില്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ പോകും? ദൈവം നമ്മളിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടണം. അതിന് നമ്മൾ തടസ്സം നിൽക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ശത്രുവിന് കൃത്യമായ ഒരു തീരുമാനമുള്ള വിഷയമാണ് നമ്മുടെ വിവാഹത്തിന്റെ, ദാമ്പത്യത്തിന്റെ, കുടുംബത്തിന്റെ മേഖല, ബന്ധങ്ങളിൽ. അപ്പൊ അതിൽ നിരന്തര തടസ്സങ്ങൾ ഉണ്ടാകും. അത് നിലനിൽക്കാതിരിക്കാൻ, തുടരാതിരിക്കാൻ, ഡൈവോഴ്സിലേക്ക് എത്തിക്കാൻ, എങ്ങനെങ്കിലും ഭിന്നിപ്പിക്കാൻ, ദാമ്പത്യത്തിന്റെ സ്നേഹം തണുത്തുറഞ്ഞതാകാൻ, മന്ദീഭവിച്ചു പോകാൻ, മരവിപ്പിച്ച് കളയാനൊക്കെ ശത്രു ശരിക്കും പരിശ്രമിക്കും. നമ്മൾ ശത്രു